പ്രിയമുള്ളവരെ, ഈ തീർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കെ അബ്ബാസ് എഴുതിയ നോവലിലെ 2 തുള്ളി വെള്ളം, ദോ ബൂന്ദ് പാനി അല്ലയല്ല. അതായത് മുനിവര്യന്മാരുടെ സാന്നിധ്യം കൊണ്ടും ഉച്ചാരണങ്ങളുടെ സാന്നിധ്യത്താലും അതിലേക്കാളുപരി തുളസിക്കതിരിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ഔഷധഗുണവും എല്ലാം ഒത്തുചേർന്ന് ഉണ്ടായ ഒരു പരിശുദ്ധമായ ഒരു പാവനമായ ജലമാണ് തീർത്ഥജലം. ആ തീർത്ഥജലം കൊടുത്തും കുടിച്ചും സായുജ്യമടഞ്ഞ 2 പേരുണ്ട്. ആ ഒരു നിമിഷമുണ്ട്, അത് ഒരു സായുജ്യ നിമിഷമാണ്. അത് കൊടുത്തപ്പോൾ സായുജ്യമടഞ്ഞത് ആരാണെന്ന് പറയണ്ടേ? നമ്മുടെ ചണ്ടാല ഭിക്ഷുകിയിലെ ചണ്ടാലി പെണ്ണ്. ആ ഭിക്ഷുകിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ആ പെണ്ണിന് സായുജ്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് മുനിമാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു പാടിയത്. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും എണ്ണമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ശരിക്കും മനസ്സിലായില്ലേ? അതായത് ആ ഭിക്ഷുകിക്ക് ദാഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെള്ളം കൊടുത്തത്. അത് സ്വീകരിച്ചപ്പോൾ ഈ പെണ്ണിലേക്ക് സായുജ്യ നിമിഷങ്ങളിൽ പുഷ്പവൃഷ്ടിയായി ചൊരിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആര് എവിടെ എന്ത് കാണിച്ചാലും അതിന് ഒരേ ഒരു അമ്മയുള്ളൂ. ലോകത്തിൽ ആ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ഒരേ ഒരു അമ്മയുള്ളൂ. അത് ആവശ്യമാണ്. നന്ദി, നമസ്കാരം.